18 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. കണ്ണീരിൽ കുതിർന്ന രാവുകൾ, കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട കിരീടങ്ങൾ. ഓരോ സീസണിലും ഈ സാലക്കപ്പ് നന്ദയെന്ന നെഞ്ചുരുകിപ്പാടിയ ആരാധകർക്ക് തിരികെ ലഭിച്ചത് പരാജയത്തിന്റെ കയ്പുനീർ മാത്രമായിരുന്നു. എതിരാളികളുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും തോൽവികളുടെ പടുകുഴിയിൽ വീഴുമ്പോഴും ചുവപ്പും സ്വർണവും കലർന്ന ആ ജേഴ്സി അവർ കൈവിട്ടില്ലായിരുന്നു. ഒരു ടീമെന്നതിലുപരി RCB ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പും അടങ്ങാത്ത വികാരവുമായിരുന്നു. ആ 18 വർഷത്തെ വേദനകൾക്കും അപമാനങ്ങൾക്കും ഒരു നാൾ അവസാനമുണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ് ചരിത്രം വഴിമാറിയത്. വർഷങ്ങളുടെ ശാപം തീർത്ത് കിരീടം ആദ്യമായി സ്വന്തമാക്കിയപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആരാധകരുടെ കണ്ണുകളും നിറയുകയാണ്. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ചരിത്രം തിരുത്തിക്കുറിക്കാൻ വീണ്ടും അവർ കളത്തിലേക്കിറങ്ങി. തുടർച്ചയായ 2ാം കിരീടവും ബാംഗ്ലൂരുവിന്റെ മണ്ണിലേക്ക് പൈതൃകമായി കൊണ്ടുവന്നപ്പോൾ ഇന്നലകളിൽ അവരെ പരിഹസിച്ചവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. ഇത് വെറുമൊരു വിജയമല്ല, കാത്തിരിപ്പിന്റെ കൊടുമുടി കയറിയ ഒരു രാജകീയ തിരിച്ചുവരവാണ്. (2026) ആ ഫൈനൽ പോരാട്ടം IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഏകപക്ഷീയമായ മത്സരങ്ങളിൽ ഒന്നായി മാറി. എതിരാളികൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ പോലും നൽകാതെ തുടക്കം മുതൽ ഒടുക്കം വരെ RCB കളം നിറഞ്ഞു കളിച്ചു. ബാറ്റിംഗിലെ വെടിക്കെട്ടും ബൗളിംഗിലെ തീപ്പൊരിയും ഒത്തുചേർന്നപ്പോൾ ഫൈനൽ മത്സരം RCBയുടെ ഒരു പരിശീലന മത്സരം പോലെയാണ് തോന്നിപ്പിച്ചത്. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച RCB ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ എതിർ ടീം വെറുമൊരു കാഴ്ചക്കാരായി ഒതുങ്ങി. തങ്ങളുടെ ആധിപത്യം അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ആഗ്രഹിച്ച സുവർണ കിരീടം ഒരു തടസ്സവുമില്ലാതെ അവർ അനായാസം സ്വന്തമാക്കുകയായിരുന്നു. ഇന്നവർ കിരീടമില്ലാത്ത രാജാക്കന്മാരല്ല, IPL സാമ്രാജ്യത്തിന്റെ അനിഷേധരായ അധിപന്മാരാണ്. തുടർച്ചയായ 2 വിജയങ്ങളോടെ RCB തങ്ങളുടെ പേര് ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. 18 വർഷത്തെ കണ്ണുനീർ ഇന്ന് ആനന്ദാശ്രുകളായി മാറിയിരിക്കുന്നു. ആ പഴയ മുറിവുകളെല്ലാം ഇന്നീ വിജയത്തിന്റെ ശോഭയിൽ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. കാത്തിരിപ്പിന് ഇത്രത്തോളം മധുരമുണ്ടാകുമെന്ന് RCB ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 17 വർഷത്തെ സുദീർഘമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 2025 RCB തങ്ങളുടെ ആദ്യത്തെ കനക കിരീടം സ്വന്തമാക്കിയപ്പോൾ അതൊരു കേവലമൊരു വിജയം മാത്രമായിരുന്നില്ല, മറിച്ച് IPL ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു തിരിച്ചുവരവായിരുന്നു. പരിഹാസങ്ങളെയും കൈപ്പേറിയ തോൽവികളെയും നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ആരാധകരുടെ ജീവശ്വാസമായിരുന്നു ആ വിജയം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചുവപ്പൻ കടലിരിമ്പങ്ങളെ സാക്ഷിയാക്കി ആ വർഷങ്ങളത്രയും തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച വിങ്ങലുകൾ ആനന്ദ കണ്ണീരായി പെയ്തിറങ്ങിയ നിമിഷമായിരുന്നു അത്. ഒരുപാട് തവണ പതിവാതിൽക്കൽ വീണുപോയപ്പോൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ 2025 ആ മാന്ത്രിക സീസൺ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ കോരിത്തരിപ്പുണ്ടാക്കി. എന്നാൽ ആദ്യ കിരീടത്തിന്റെ ആഘോഷങ്ങളുടെ രാവിൽ ഡ്രസ്സിംഗ് റൂമിലെ നിശബ്ദതയിൽ ബാംഗ്ലൂർ കോച്ച് തന്റെ കളിക്കാരെ നോക്കി പറഞ്ഞ വാക്കുകൾ ഒരു പുതിയ യുദ്ധപ്രഖ്യാപനമായിരുന്നു. തുടർച്ചയായി 2 തവണ കപ്പടിക്കുക എന്നത് അധികം ടീമുകൾക്കൊന്നും സാധിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാൽ അടുത്ത വർഷം നമ്മൾ അത് വീണ്ടും നേടും. വിജയത്തിന്റെ ഉന്മാദത്തിലായിരുന്ന ടീമിന് നൽകിയ വാക്കുകൾ വെറുമൊരു മോഹമായിരുന്നില്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ തങ്ങൾ ആരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള ഒരു തീപ്പൊരിയായിരുന്നു അത്. വിശ്രമിക്കാൻ തയ്യാറല്ലാത്ത ഒരു പടത്തലവന്റെ വ്യക്തമായ ലക്ഷ്യമായിരുന്നു ആ പ്രഖ്യാപനത്തിൽ മുഴങ്ങിക്കേട്ടത്. എന്നാൽ കോച്ച് നൽകിയ വാഗ്ദാനം നെഞ്ചിലേറ്റി 2026 കളത്തിലേക്കിറങ്ങിയ വിരാട് കോഹ്ലിയും സംഘവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്ന വിശ്വസ്തരായ പടയാളികളെ പോലെ ഓരോ മത്സരത്തിലും അവർ തങ്ങളുടെ ചോരയും നീരും നൽകി പോരാടിക്കൊണ്ടേയിരുന്നു. മുൻ വർഷത്തെ വിജയം ഒരത്ഭുതമായിരുന്നില്ല എന്ന് തെളിയിക്കാൻ അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. വിമർശകരുടെ വായടിപ്പിച്ചുകൊണ്ട് 2026 ആ സുവർണ കിരീടത്തിൽ മുത്തമിട്ടു. ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ കിരീടം നിലനിർത്തിക്കൊണ്ട് കോച്ചിന്റെ വാക്കുകളെ അവർ അക്ഷരം പ്രതി സ്വന്തമാക്കി മാറ്റി.
ആ തിരിച്ചുവരവ് IPL കണ്ട ഏറ്റവും വലിയ ഇതിഹാസഗാഥമായി മാറിയിരിക്കുകയാണ്. 2 IPL ട്രോഫികൾക്ക് മുന്നിലിരിക്കുന്ന വിരാട് കോഹ്ലിയുടെ ആ കാഴ്ച കോടിക്കണക്കിന് ആരാധകരുടെ വികാരം തന്നെയാണ്. ആ 2 ട്രോഫികൾ വെറുമൊരു ലോഹക്കൂട്ടുകളല്ല, അത് വർഷങ്ങളുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകങ്ങളാണ്. പറഞ്ഞ പോലെ തന്നെ രാജാവും പിള്ളേരും തുടരെ ആ 2ാമത്തെ ട്രോഫിയും തൂക്കിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം. RCBയുടെ ഈ യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു നാമം തന്നെയാണ് കിങ് കോഹ്ലിയുടേത്. IPL ഫൈനൽ പോലൊരു വേദിയിൽ, അതും വലിയൊരു സ്കോർ പിന്തുടരുമ്പോൾ ബാറ്റ് ചെയ്യുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പ്രതീക്ഷകളുടെയും ഉദ്യോഗത്തിന്റെയും ഭാരം ഓരോ കളിക്കാരന്റെയും ചുമലിലുണ്ടാകും. സമ്മർദ്ദം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ അധികായകന്മാർ പോലും പതറിപ്പോകാറുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊന്നും വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന് ബാധകമായിരുന്നില്ല. മറ്റുള്ളവർക്കത് ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഫൈനലായിരിക്കാം, എന്നാൽ കോഹ്ലിക്ക് യാതൊരുവിധ സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. ആദ്യ പന്ത് മുതൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടേയിരുന്നു. മറുവശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞു പോകുമ്പോഴും പതറാത്ത കാൽവെപ്പുകളുമായി അദ്ദേഹം ക്രീസിൽ ഉറച്ചു നിന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്ത്രങ്ങളെല്ലാം ആ ബാറ്റിൽ തട്ടിത്തകർന്നു വീണു. എതിരാളികളുടെ മേൽ അദ്ദേഹം പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. റബാഡയായാലും സിറാജായാലും ഹോൾഡറായാലും റാഷിദ് ഖാൻ ആണെങ്കിലും ആ ബാറ്റിന്റെ കരുത്തും അതുല്യമായ ക്ലാസും ഓരോ ബൗളറും തിരിച്ചറിഞ്ഞു. ബൗളർമാർ ആരാണെന്നത് അദ്ദേഹത്തിന് ഒരു വിഷയമേ ആയിരുന്നില്ല. വെറും 25 പന്തുകളിൽ നിന്നായി അദ്ദേഹം തന്റെ അർദ്ധ സെഞ്ചുറി തികക്കുകയാണ്. IPL ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയായിരുന്നു ഇന്നത്തെ ഈ ഫൈനൽ മത്സരത്തിൽ അരങ്ങേറിയത്. ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ ഒരു ഫൈനൽ വേദിയിൽ സ്വന്തം കരിയറിൽ തന്നെ ഏറ്റവും വേഗതയേറിയ ഇന്നിംഗ്സ് പുറത്തെടുക്കുക, അത് വിരാട് കോഹ്ലിക്ക് മാത്രം അവകാശപ്പെട്ട മാന്ത്രികതയാണ്. ഇതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വെല്ലുവിളികളെ പ്രണയിക്കുന്ന പോരാളിക്ക് ഫൈനൽ എന്നൊരു ഭാരമേ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ മത്സരം മാത്രമായിരുന്നു. എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ സാമ്രാജ്യത്തിലെ രാജാവ് താൻ തന്നെയാണെന്ന്. കിങ് കോഹ്ലി. ഈ വിജയത്തിൽ അയാളുടെ പേര് നിങ്ങൾ മറക്കരുത്. അതെ, നായകൻ രജത് പാട്ടിദാറിന്റെ പേര്. 18 വർഷത്തെ കാത്തിരിപ്പും കണ്ണീരും നിരാശയും പ്രതിഭകളുടെ ഒരു വൻനിരയുണ്ടായിട്ടും IPL കിരീടമെന്ന സ്വപ്നം അവർക്ക് ഒരു അപ്രാപ്യമായിരുന്നു. 0 കിരീടങ്ങൾ, 18 വർഷത്തെ കഠിനമായ പോരാട്ടങ്ങൾ, ഇതായിരുന്നു ആ ഫ്രാഞ്ചൈസിയുടെ ചരിത്രം. പ്രതീക്ഷകൾ ഒന്നൊന്നായി അസ്തമിച്ച ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് അപ്രതീക്ഷിതമായ ഒരു പുതിയ ഉദയം സംഭവിക്കുന്നത്. പരാജയങ്ങളുടെ ഭാരം പേറിയിരുന്നൊരു ടീമിന് അത്യാവശ്യമായിരുന്നത് ഒരു അത്ഭുതമായിരുന്നു. ആ അത്ഭുതത്തിന്റെ പേരായിരുന്നു രജത് പാട്ടിദാർ. ഒരു നായകനായി രജത് പാട്ടിദാറിന്റെ കടന്നുവരവ് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. പരാജയങ്ങളുടെ ചാരത്തിൽ നിന്ന് ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്ന രക്ഷകനായി അദ്ദേഹം മാറി. നായക പദവി ഏറ്റെടുത്തതിനു ശേഷം തുടർച്ചയായി 2 കിരീടങ്ങൾ, 18 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് ശേഷം നയിച്ച 2 സീസണുകളിലും രാജകീയ വിജയമായിരുന്നു. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 2 കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റനായി അദ്ദേഹം ചരിത്രം തിരുത്തിയെഴുതി. ആ സുവർണ കിരീടങ്ങൾ വെറുമൊരു ലോഹങ്ങളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ്. വിശ്വപ്രസിദ്ധരായ താരങ്ങൾ അണിനിരക്കുന്ന ഒരു ടീമിനെ നയിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഈ താരപ്പടയെ എങ്ങനെ ഒത്തിണക്കി കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് പാട്ടിദാറിന്റെ നായക മികവ് കൃത്യമായ മറുപടി നൽകി. അമിതാവേശങ്ങളില്ലാതെ വളരെ ശാന്തനായി അദ്ദേഹം ആ പ്രതിഭകളെ ഒരുമിപ്പിച്ചു. ഓരോ കളിക്കാരന്റെയും കഴിവുകളെ കൃത്യമായി മനസ്സിലാക്കി അവരെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഉപയോഗിച്ച തന്ത്രശാലിയായ നായകനായിരുന്നു രജത് പാട്ടിദാർ. മുൻനിര താരങ്ങളുടെ നിഴലിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം പ്രകടനം കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും അദ്ദേഹം തന്റേതായ ഒരു ഇതിഹാസ സാമ്രാജ്യം പടുത്തുയർത്തി. ഇന്ന് രജത് പാട്ടിദാർ വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, ഒരു ജനതയുടെ ഒരു വലിയ ആരാധക കൂട്ടത്തിന്റെ വികാരം തന്നെയാണ്. അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഇതിഹാസ താരം. ചരിത്ര പുസ്തകങ്ങളിൽ ആ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ആ പേരും അദ്ദേഹത്തിന്റെ ആ സമാനതകളില്ലാത്ത നായകത്വവും ഇനി വരും തലമുറകൾക്ക് ഒരു പാഠമായി നിലകൊള്ളും. എന്നിരുന്നാലും ഇത് അയാളുടെ കഥ കൂടിയാണ്. RCB വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്.